ഹായ് ഗേൾസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ കൊല്ലം സിറ്റിയുടെ മകൻ കിച്ചു ഒരു പുതിയതായിട്ട് ഒരു കാർ വാങ്ങി. അവൻ വാങ്ങിയത് എങ്ങനെയെന്ന് വെച്ചാൽ, ഞാനത് പറയുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കണ്ട. കമൻസും ലൈക്കും ചെയ്യാൻ ഒട്ടും അമാന്തിക്കണ്ട. പഠനത്തിനിടയിൽ ലഭിക്കുന്ന കുറച്ച് സമയങ്ങളാണ് യൂട്യൂബ് ചാനലിലേക്ക് വീഡിയോകൾ ചെയ്യാൻ കിച്ചു ഉപയോഗിച്ചിരുന്നത്. ഇപ്പോഴോ തൻ്റെ പ്രേക്ഷകർക്ക് മുന്നിൽ പുതിയൊരു വിശേഷവും പങ്കിട്ട് എത്തിയിരിക്കുകയാണ് നമ്മുടെ കിച്ചു. ജീവിതത്തിൽ ആദ്യമായി സ്വന്തം സമ്പാദ്യം കൊണ്ട് ഒരു വാഹനം വാങ്ങിയിരിക്കുന്നു. പുതിയൊരു കാറ് വാങ്ങി എന്ന തലക്കെട്ട് നൽകിയാണ് വാഹനം വാങ്ങിയ സന്തോഷം കിച്ചു പ്രേക്ഷകരുമായി പങ്കുവച്ചത്. വലിയൊരു സ്വപ്നം സാധിച്ചുവെന്ന് പറഞ്ഞുകൊണ്ടാണ് കിച്ചു വീഡിയോ ആരംഭിച്ചത്. ഞാനൊരു കാർ വാങ്ങാൻ പോവുകയാണെന്ന് വീട്ടിലൊരു സൂചന കൊടുത്തിരുന്നു. പക്ഷേ ഞാൻ ഉടനെ കാർ വാങ്ങുമെന്ന് അവർ വിചാരിച്ചില്ല. കുറച്ച് ഡീറ്റെയിൽസൊക്കെ ഞാൻ കാറിനെ കുറിച്ച് വീട്ടിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അത് മാത്രമേ അവർക്ക് അറിയൂ. എന്ത് പറയാനാണ്, ഭയങ്കര സന്തോഷം തോന്നുന്നു. കാർ എടുക്കുക എന്നത് സ്വപ്നമായിരുന്നു. അത് നടന്നു. നിങ്ങളൊക്കെ കാരണമാണ് ഇതെനിക്ക് സാധ്യമായത്. സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ്. 2007 മോഡൽ ബ്ലാക്ക് സ്വിഫ്റ്റാണ് എടുത്തത്, കിച്ചു പറഞ്ഞു. ശേഷം വാഹനവുമായി വീട്ടിലേക്ക് കിച്ചു പോയി അവൻ്റെ വല്യച്ഛനെ കാറിൻ്റെ താക്കോൽ ഏൽപ്പിക്കുകയും ചെയ്തു. ഇപ്പം ഞാൻ ഇതിവിടെ പറയാൻ കാരണം, തുച്ഛമായിട്ട് പഠനങ്ങൾക്കിടയിൽ കിട്ടുന്ന തുച്ഛമായ സമയങ്ങളാണ് യൂട്യൂബിന് വേണ്ടിയിട്ട് അവൻ കണ്ടെത്തിയ ഒരു സമയപരിധി. അപ്പം നമ്മളൊക്കെ ഒത്തിരി പേര് അല്ലെങ്കിൽ വീട്ടിൽ വെറുതെ ഇരുന്ന് ബോറടിക്കുന്ന നമ്മളെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഓരോരുത്തരുടെ ഓരോ മോട്ടിവേഷൻ കാണുമ്പോൾ, അല്ലെ അവരുടെ ഓരോ യൂട്യൂബ് കൊടുക്കുന്ന വരുമാനമൊക്കെ കാണുമ്പോൾ നമ്മളും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. എന്താണ്, നമുക്കും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ, നമുക്കും അതിന് എന്തെങ്കിലും നമ്മുടേതായിട്ടുള്ള സ്വന്തം കാര്യങ്ങൾ നടത്തി പോകാനെങ്കിലും എന്തെങ്കിലും തുച്ഛമായ എമൗണ്ടെങ്കിലും, നമുക്ക് ഇത്രയൊക്കെ ഇല്ലെങ്കിലും തുച്ഛമായിട്ടുള്ളൊരു എമൗണ്ടെങ്കിലും നമുക്കും കിട്ടില്ല എന്നുള്ള ഒരു വലിയൊരു ആഗ്രഹത്തോടെയാണ് ഒട്ടുമിക്ക ആൾക്കാരും യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ആരവം പിന്നെ കാണുന്നില്ല. ഞാനും അതേ കാറ്റഗറിയിൽ പെടുന്ന ഒരു വ്യക്തിയാണ്. സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള അതേ ഒരു ലെവല് പിന്നെ കാണത്തില്ല. സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ വെറുതെ ഇരിക്കുകയല്ലേ, എല്ലാവരും യൂട്യൂബ് വരുമാനം വാങ്ങുകയല്ലേ. അപ്പം നമുക്കും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് യൂട്യൂബിൽ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ പങ്കിട്ടുകൊണ്ട് നമുക്കും എന്തെങ്കിലും ഒരു ചെറിയ വരുമാനം ഇതിലൂടെ സമ്പാദിക്കാം എന്നുള്ളൊരാഗ്രഹത്തോടെ തന്നെയാണ്, നല്ല ആരവത്തോടെ. എന്നോ വെറുതെ യൂട്യൂബ് ക്രിയേറ്റ് ചെയ്യാൻ അറിയാത്ത ഒരു കാലത്താണ്, അതായത് ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ യൂട്യൂബ് ചാനൽ എഡിറ്റ് ചെയ്തിട്ടത്. അപ്പോൾ ആ എഡിറ്റ് ചെയ്തിട്ടെങ്കിൽ അന്ന് ഞാൻ യൂട്യൂബ് വലുതായിട്ടൊന്നും യൂസ് ചെയ്തില്ല. ആകെ 1-2 വീഡിയോ മാത്രമേ ഇട്ടിരുന്നുള്ളൂ. ഇപ്പോൾ ഒരു 4 മാസത്തോളമായി ഞാൻ വീഡിയോ കണ്ടിന്യൂസ് ഇടാൻ തുടങ്ങിയിട്ട്. പക്ഷേ ഇപ്പോൾ ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങൾക്കിടയിൽ ജീവിക്കാൻ പറ്റുള്ള ഒടുവിൽ വീഡിയോസൊക്കെ ഇടാൻ ലേറ്റായി പോകുന്നുണ്ട്. നമുക്കും ഒരു ചെറിയൊരു ഇൻകം ഉണ്ടാവില്ലേ ഇതിൽ നിന്ന്? നമുക്കും ഒരു ചെറിയൊരു ഇൻകം, വലുതായിട്ടൊന്നും ആഗ്രഹിക്കുന്നില്ല, ചെറിയൊരു ഇൻകം നമുക്കും ഉണ്ടാവില്ല എന്നുള്ള ആഗ്രഹത്തോടെ തുടങ്ങിയതാണ്. അപ്പോൾ നിങ്ങളുടെ എവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. കാരണം എനിക്ക് എൻ്റെ ചാനൽ ഇതൊരു മോണി ആയിട്ടില്ല. അപ്പോൾ അത് ആവണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ 500 അടുപ്പിച്ചായി വരുന്നുണ്ട്. അപ്പോൾ ഹാഫ് മോണിറ്റൈസേഷൻ ആവും എന്നാണ്, 500 ആയാൽ ഹാഫ് മോണിറ്റൈസേഷൻ ആവുമെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ അതായാലും വരുമാനം കിട്ടുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. അതെങ്കിലും ആകണം എന്ന്, ചെറിയൊരു ഇൻകമെങ്കിലും ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഹാഫ് മോണിറ്റൈസേഷനെങ്കിലും ആവണം എന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ അതെങ്കിലും ഒന്ന് നിങ്ങളുടെ ഏവരുടെയും സപ്പോർട്ട് കൂടി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇന്ന് ഈ വീഡിയോ ഇടുന്നത്. നമ്മുടെ കിച്ചു പഠനത്തിനിടയിൽ കണ്ടെത്തിയ തുച്ഛമായ ആ ഒരു സമയത്തിലൂടെ കിച്ചു ഇട്ട ഈ വീഡിയോ നമുക്കെല്ലാവർക്കും ഒരു മോട്ടിവേഷനായിട്ട് തന്നെ മാറട്ടെ.